ഹലോ, അതെ ബാങ്കാണ്. എ പോസിറ്റീവ് ബ്ലഡോ? എടോ, ഇത് ബ്ലഡ് ബാങ്ക് അല്ല, ഇത് ബാങ്ക് ഓഫ് ഉഗാണ്ട. ആ, നോക്കി വിളിക്ക്. ബാങ്കിന്റെ മുതലാളി അല്ലേ? മുതലാളിയോ? ബാങ്കിന്റെ മുതലാളി അല്ല, ബാങ്കിന്റെ മാനേജറാണ്. ആ, അങ്ങനെ തന്നെയാ കണ്ടേ. ഇത് അതൊന്ന് ഇടാൻ വേണ്ടിട്ട് ഇടാനാ? ഇങ്ങോട്ട് ഇട്ടു. അല്ല, നിങ്ങളെ കീശയിലേക്കല്ല, ബാങ്കിൽ ഇടാൻ വേണ്ടിട്ട്. അതാ പറഞ്ഞ, ബാങ്കിൽ ഇടുന്ന അത് ഇവിടെ ഇടുന്ന അല്ല. അതിന് ഓരോ ക്യാബിനുണ്ട്, അവിടെ കൊണ്ട് ഇട്ടാൽ മതി. ചെല്ലേ. അല്ല, ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഇട്ടാൽ മതി എനിക്ക്. ഇത് മാനേജറുടെ റൂമാണ്. ഇവിടെ അല്ല പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് വേറൊരു സ്ഥലത്താണ്. അവിടെ കൊണ്ട് ഇട്ടാൽ മതി. താൻ അങ്ങോട്ട് ചെല്ലു പ്ലീസ്. അതങ്ങ് ഈ മൊബൈൽ നമ്പറിലേക്ക് ഒന്ന് ഇടിങ്ങൾ. ഇതാ മൊബൈൽ നമ്പർ. അതാ ഇതാണ് ഇതിലേക്ക്. ഇവിടെ ഒരു മൊബൈൽ നമ്പർ അല്ലത്, ഇതാണ് അക്കൗണ്ട് നമ്പർ. ഈ അക്കൗണ്ട് നമ്പർ അവിടെ കൊണ്ട് ഇട്ടാൽ, ഈ അക്കൗണ്ട് നമ്പർ ഇട്ടാൽ മതി. ആര്? താൻ കൊണ്ട് അവിടെ കൊണ്ട് ഇട്ടാൽ മതി. കണ്ടോ, അവിടെ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ടല്ലേ, അവിടെ കൊണ്ട് കൊടുത്താൽ മതി. അല്ല, നിങ്ങളിടി. ഇവിടെ ഇടാൻ പറ്റത്തില്ല. താൻ അവിടെ കൊണ്ട് ആ ക്യാബിനുണ്ട്, അവിടെ സ്ത്രീ ഇരിക്കുന്നുണ്ടല്ലേ, അവിടെ ഒരാളിരിക്കുന്നുണ്ടല്ലേ, അവിടെ കൊണ്ട് കൊടുത്താൽ മതി. ചെല്ലേ. ആ വയസ്സായ? ആ. അയ്യേ, എടോ, അത് ഇവിടുത്തെ അസിസ്റ്റന്റ് മാനേജറാടോ. ഇതുകൊണ്ട് കൊടുത്താൽ മതി. ചെല്ലേ. എന്നാ പിന്നെ അവിടെ കൊണ്ടു ചെല്ലുമ്പോൾ ചെല്ലാൻ പൂരിപ്പിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം പോവാനും പൂരിപ്പിക്കേണ്ടി വരുമോ? അല്ല, ചെല്ലാൻ പൂരിപ്പിക്കണോ? ഇവിടുന്ന് പോവാനും പൂരിപ്പിച്ചു കൊടുക്കണോ? എടോ, ചെല്ലാൻ എന്ന് പറഞ്ഞ ഫോം ഉണ്ട്, അതൊന്ന് പൂരിപ്പിച്ച് കൊടുത്താൽ മതി അവിടെ. ഞാനോ? ആ, പിന്നെ ഞാൻ കൊടുക്കണോ? നടന്നാ തന്നെ. ചെല്ലേ. ഇതിപ്പോൾ എൻ്റെ പോക്കറ്റിലേക്ക് ഇടേണ്ടി വരും. അതുകൊണ്ട് കൊടുത്താൽ മതി. ഇവിടെ ഇടല്ലേ? അത് തന്നോടല്ല, ഞാനിവിടെ സെക്യൂരിറ്റി വിളിച്ചപ്പോൾ കണ്ട് അവിടെ കൊണ്ട് കൊടുത്താൽ മതി കേട്ടോ. ചെല്, ഇട്ട് തരും. ചെല്. സോറി സാർ, തൊപ്പി ലൂസാണ് സാർ. പാൻറ് ലൂസാണ്. പാൻറ് ലൂസാണ്. ഇവിടെ എല്ലാവരും പറയാനുണ്ട് തനിക്ക് പൊതുവെ ലൂസാന്ന് പറയാനുണ്ട്. ഞാനിവിടെ ഏത് സമയം പണിയൊന്നും നോക്കാതെ എല്ലായിടത്തും കയറുന്ന ഉറക്കമാണല്ലോ പറയുന്നത്. സാർ അങ്ങനെ പറയരുത്. അത് മാത്രം പറയരുത്. തന്നെ കുറിച്ച് ഇവിടെ ഭയങ്കര കംപ്ലൈന്റ് കിട്ടിയിരിക്കുന്നത് അങ്ങനെയാണ്. ഉത്തരവാദിത്തമില്ല മാത്രം സാർ എന്നോട് പറയരുത്. ഈ കോമ്പൗണ്ടിനകത്ത് ഒരു ഈച്ച അനങ്ങിയാൽ പോലും ഞാനത് അറിയും. ഈ കോമ്പൗണ്ട് ഈച്ച അനങ്ങിയാൽ അറിയും അല്ലേ? ഞാൻ അറിയും സാർ. ശരി, ഇതാരുടെയാണ് ഈ സാധനം? ഇവിടെ ഈ സാധനമൊക്കെ ആരുടെ? എന്റെ ഷൂ ആണ് സാർ. ആ, ഇതാണ് പറഞ്ഞത്, ഉറങ്ങാൻ നേരം സ്വന്തം ഷൂ പോലും സൂക്ഷിക്കാത്തവനാണ് ഈ ബാങ്ക് സൂക്ഷിക്കാൻ പോകുന്നത്. സോറി സാർ, ഷൂ ലൂസാണ് സാർ. എന്തെങ്കിലും ഫിറ്റ് ആയിട്ടുള്ള ഉണ്ടോ? രാത്രി 6:30 കഴിഞ്ഞാൽ ഞാൻ ഫുൾ ഫിറ്റ് ആയിരിക്കും സാർ. ഹലോ, എസ്കേപ്പ് ഫ്രം ഉഗാണ്ട എപ്പോഴാണ്? എടോ, ഇത് ബാങ്ക് ഓഫ് ഉഗാണ്ടയാ. നമസ്കാരം. ശരി, ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ട്. രമ്യ, നിഖിൽ കൊള്ളാം. ഞാൻ പ്രത്യേകിച്ച് ഈ കലാകാരന്മാരിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു മാനേജറാണ്. നിങ്ങളുടെയൊക്കെ പ്രോഗ്രാംസ് ഒക്കെ ഞാൻ എപ്പോഴും കാണുമായിരുന്നു. ബാങ്കിന്റെ ഉഗാണ്ട എന്നുള്ള പേരിന് കലാപരമായിട്ടുള്ള അല്ലല്ല, നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ സ്വഭാവം അനുസരിച്ചിട്ട് അവർ ഡൽഹിയിൽ നിന്ന് തന്നെ ഇട്ടൊരു പേര്. പിന്നെ എന്താ ലോണിന്റെ എന്താ വേണമെന്ന് പറഞ്ഞെങ്കിൽ ഒരു വില്ല നോക്കി വെച്ചിട്ടുണ്ട്. വില്ല നോക്കി വെച്ചിട്ടുണ്ട്. അല്ല, ഇപ്പൊ താമസിക്കുന്ന ഒരു വീടുണ്ടല്ലോ. അത് കൂടാതെ എനിക്കില്ല ഫ്രണ്ട് വിളിച്ച് പറഞ്ഞ എന്തോ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ നോക്കിയിട്ടുണ്ട്. അത് വേറെ ക്ലബ്ബ്, ഞങ്ങളുടെ ഒരു ക്ലബ്ബുണ്ട്. ഞാൻ കണ്ടിരുന്നു ഈടെ നിങ്ങളൊരു C3 എന്ന് പറഞ്ഞൊരു ക്രിക്കറ്റിന്റെ സെലിബ്രിറ്റി ക്രിക്കറ്റ് ക്ലബ്ബ് എന്നൊരു ക്ലബ്ബൊക്കെ രൂപീകരിച്ചു. വീടിനുള്ള പൈസ മാത്രമല്ല, കിറ്റ് വാങ്ങാനും കുറച്ച് പൈസ വേണമായിരുന്നു. കിറ്റിനൊക്കെ 10,000 രൂപയൊക്കെ ആകത്തുള്ളൂ. പിന്നെ ബാറ്റും ഞങ്ങൾ കളിക്കുമ്പോൾ ഞങ്ങൾക്ക് ബോളുകളുടെ ചെലവ് കൂടുതല. അങ്ങനെ സാധാരണ ക്രിക്കറ്റ് കളിക്കൊന്നും അത്രയും ചെലവ് വരാറില്ല. ഞങ്ങള് ബോൾ ചെയ്യുമ്പോൾ ബോളൊന്നും പിന്നെ തിരിച്ചു കിട്ടാറില്ലേ. ഓ ശരി, മറ്റവരടിച്ച് 6 4 കളയുമായിരിക്കും. CCയിൽ നിങ്ങൾ കളിക്കാൻ ഇറങ്ങിയപ്പോൾ ഞാൻ അന്ന് പവനിൽ വന്ന് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ കളി കാണാനുണ്ടായിരുന്നു. എന്റെ പൊന്നോ, ഞാൻ കാണാതിരുന്നപ്പോൾ എൻ്റെ അടുത്ത് ഡുണ്ടും ഡുണ്ടും ഇങ്ങനെ സൗണ്ട് കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ എന്താ പ്രശ്നം, ഇനി ഈ വല്ല ഡ്രം അടിക്കുന്നതാണോ? അപ്പോഴാണ് രമ്യ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ചെന്ത് പറ്റി, ഇല്ല എൻ്റെ നെഞ്ചിടിക്കുന്നു. നിഖിലിയാട്ടിന് അവിടെ ബൗൾ ചെയ്യാൻ പോവാണ്. അങ്ങനെ ശരിക്കും എനിക്കിൻ്റെ ഒരു പാട്ട്, മിഴികളിൽ നാണം നാണം, അതിനകത്ത് മൊത്തം നാണമാണ്. ശരിക്കും ജീവിതത്തിൽ ഇങ്ങനെ നാണമുള്ള ആളാണോ? അതോ ഞാൻ ചോദിക്കുന്നത് ഒരു നാണക്കാരനാണോ? ഞങ്ങളുടെ സംഭാഷണത്തിൽ ഇടയ്ക്കിടയ്ക്ക് അവള് പറയുന്നൊരു കാര്യം, ഇടയ്ക്കിടയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു വാചകമാണ്. ഇടയ്ക്കിടയ്ക്ക് നാണമില്ലാത്ത ഇടയ്ക്കിടയ്ക്ക് പറയും. അങ്ങനെയും പറയാറുണ്ട്, ചില രൂക്ഷം കൂടിയിട്ടും പറയാറുണ്ട്. രണ്ട് ഭാഗമായിട്ട് പറയാറുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർ ചിരിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്താ മനസ്സിലായി. ഓ, നിങ്ങൾ വരുന്നതിന് മുമ്പ് അങ്ങോട്ട് എന്ത് പറ്റിയിടും? ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഈ സ്ഥാപനത്തിൽ ജോലിക്ക് വെക്കുന്നത്. എന്താ പറ്റിയത്? ഞാൻ എൻ്റെ കൂട്ടുകാരന് കുറച്ച് ലോൺ എടുത്തിട്ടുണ്ട്, ഇവിടുന്ന് പൈസ കടം വാങ്ങിയിട്ടുണ്ട്, അത് അടയ്ക്കാൻ വേണ്ടി വന്നു. അപ്പോൾ രാവിലെ നിങ്ങൾ വരുന്ന മുമ്പ് ലോൺ അടയ്ക്കാനായിട്ട് ഇവിടെ വന്നായിരുന്നു. അപ്പം ഞാൻ അവിടെ പോയി പൈസ ഇടാൻ പറഞ്ഞു. എന്ത് പറ്റിയിടും? അപ്പം ആ കിളവിയല്ല, അത് ഇവിടുത്തെ അസിസ്റ്റന്റ് മാനേജറാണ്. അത് തന്നെ. ഞാൻ അവരുടെ അടുത്ത് പൈസ കൊണ്ട് കൊടുത്തു. പൈസ കൊണ്ട് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ലോണിലേക്ക് അടയ്ക്കാനുള്ളതാണ്, അടയ്ക്കാനുള്ളതെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു ഇൻട്രസ്റ്റ് ഉണ്ടോന്ന്.
ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളോട് ഇൻട്രസ്റ്റ് ഇല്ല, ആ ചെറിയ കുട്ടീനോട് ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അതിന് കൈ വീച്ചൊരു ഒറ്റയടി. അല്ല നിങ്ങള് രണ്ടാളുണ്ട് ഇപ്പൊ? ഞാൻ ഒരാളല്ലേ ഉള്ളൂ. ആ അടീന്റെ എഫക്റ്റ് പോയില്ല. അത് ശരി, നല്ലത് കിട്ടിയതൊന്നല്ലോ അവിടെ. ഇപ്പൊ ഒരു കാര്യം ചെയ്ത് പോയിട്ടൊക്കെ പിന്നെ വാ കേട്ടോ. പിന്നെ എന്റെ കൂട്ടുകാരൻ നിങ്ങൾ ഇത് കൊടുത്തല്ലോ, പൈസ കണക്ക് കൊടുത്തല്ലോ. അപ്പൊ അതേപോലെ എനിക്ക് കുറച്ചൊരു 19,000 രൂപ കിട്ടിയാൽ തിരക്കിട്ടില്ല. ഇതാണ് പ്രശ്നം. ഇവിടെ ഈ അറിയാതെ വന്ന എടോ ലോൺ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ചട്ടങ്ങളുണ്ട് അതിന്. ഇപ്പൊ ലോൺ തരണമെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് അപേക്ഷ വേണം. ഞാൻ അപേക്ഷിക്കണം. അതെ, എങ്ങനെങ്കിലും കുറച്ച് ലോൺ. എടോ ഇത് ഇങ്ങനെ അപേക്ഷിക്കാനല്ല പറഞ്ഞത്. ഈ ഫോം ഇതിങ്ങനെ പൂരിപ്പിച്ച് തരണം. ഇങ്ങനത്തെ ഒരു ഫോമാണ് അപേക്ഷ എന്ന് പറയുന്നത്. ഈ ഫോം ഒന്ന് പൂരിപ്പിച്ച് തരണം. ഞാൻ പൂരിപ്പിക്കാം. അതെ 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 അതെ. ഇത് നിങ്ങൾ അടിച്ച പ്രസ് കൊണ്ട് കൊടുക്കും. എന്തിന് കണ്ട ഓരോരുത്തർ വിട്ടുപോയത് അവരല്ലേ. എന്താ സംഭവം വെച്ചാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇവർക്ക് അറിയണല്ലോ. നിങ്ങളുടെ അച്ഛനാര്, ജോലി എന്ത്, ഇതൊക്കെ ഇതിൽ പൂരിപ്പിച്ചു തുടങ്ങും. അതായത് അത് അടിക്കാൻ വിട്ടുപോയതല്ല. അതുപോലെ നിങ്ങൾ IT റിട്ടേൺസ് കൊടുക്കാറുണ്ടോ? IT റിട്ടേൺസ്, ടാക്സ്. നിങ്ങൾ എല്ലാവരും ഒരുപോലെ പെരുമാറില്ലേ? എടോ അതല്ല, ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സർക്കാരിലേക്ക് തിരിച്ചടക്കുന്നത് ഒരു ഇതുണ്ട്, അത് കൊടുക്കാറുണ്ടോ? അത് കൊടുക്കല്ലേ, ടാക്സ് വിളിച്ച് പോവല്ലേ. ടാക്സ് വിളിച്ച് പോകുന്നല്ലേ, പാൻ കാർഡ് വല്ലതും ഉണ്ടോ കയ്യിൽ? അത് കൂടാതെ പിന്നെ തനിക്ക് വേണ്ടത് ഒരു കൈവശാവശ മറ്റേ എന്ത് കൈശാവാന് അല്ലല്ലോ, മറ്റേ കൈവശാവകാശ സർട്ടിഫിക്കറ്റ്. ഒന്ന് പറഞ്ഞേക്ക്. കൈവശം സർട്ടിഫിക്കറ്റ്. എനിക്ക് ഞാൻ ഇരിക്കാണ്. എടോ അതല്ല, ഞാൻ പറഞ്ഞ ആ സർട്ടിഫിക്കറ്റ് വേണമെന്നാ പറഞ്ഞത്. അതെ അതെ അതെ. അതെല്ലാം കൊണ്ടുവന്ന് കഴിയുമ്പോൾ പിന്നെ ഞാൻ തന്റെ എലിജിബിലിറ്റി നോക്കും. ആരെ? ഞാൻ ആരെ? തന്റെ. ഞാൻ സമ്മതിക്കൂല. എന്ത്? എടോ എലിജിബിലിറ്റി നോക്കണം തന്റെ. അത് കണ്ടാലേ അറിയുള്ളൂ. അതെ, നിങ്ങളൊന്നുമില്ല ഒരു ബാങ്ക് മാനേജർ. കണ്ടില്ലേ നിങ്ങളെ മാനേജറെ നിലവാരം എന്ത്? ഇയാളെന്താ ഈ പറയുന്നത്? എടോ എലിജിബിലിറ്റി ഞാൻ സമ്മതിക്കൂല. എന്ത് നോക്കേ? ഞാൻ തനിക്ക് ലോണല്ലേ വേണ്ടേ? താൻ ഇതൊന്നും നോക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ താൻ സെക്യൂരിറ്റി വെച്ചാൽ തരാം. സെക്യൂരിറ്റി കൊടുത്താൽ മതി. സെക്യൂരിറ്റി തന്നാൽ തനിക്ക് ലോൺ തരാം. അപ്പൊ നിങ്ങൾ കേട്ടില്ലേ അല്ലേ? അപ്പൊ ഇവര് സാക്ഷികളായിട്ടുണ്ട്. ഞാൻ സെക്യൂരിറ്റി വെക്കും. സെക്യൂരിറ്റി കേട്ടോ. അപ്പൊ ഞാൻ ശരി, സെക്യൂരിറ്റി. ഓക്കെ ഓക്കെ. പിന്നെ എനിക്ക് ഹരിഹരൻ പിള്ള ഹാപ്പിയാണെന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചു. കണ്ടു. അയ്യോ പിന്നെ കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ അതെന്താണ്? കിട്ടും. ആ സിനിമ അങ്ങനെ ചോദിച്ചത് സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. അല്ല, ആ സിനിമ അഭിനയിച്ചു കഴിഞ്ഞ ശേഷം ഒരുപാട് വിളികൾ വന്നോ? ഇല്ല. ഒരു വിഷമം പോലെ പിന്നെ കൊറേ വിളി വന്നു. എന്ത് വിളിയാ ഉള്ള പണി മര്യാദ ചെയ്ത് നടന്ന പോണോ? പിന്നെ ഞാൻ ഓർത്തു അങ്ങനെ പറഞ്ഞതിനൊരു മറുപടി കൊടുക്കണല്ലോ. ഞാൻ വിട്ടുകൊടുത്തില്ല. നമ്മൾ നേരെ ട്രിവാൻഡ്രം ലോഡ്ജിൽ അഭിനയിച്ചു. അത് കൊടുത്തു. പിന്നെ ഹോട്ടൽ കാലിഫോർണിയ അഭിനയിച്ചു. ഇപ്പൊ ഡോൾഫിൻസ്. ഇപ്പൊ ഈ സിനിമകളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കോമഡി സീക്വൻസുകൾ, കോമഡി സീനുകളൊക്കെ ഉണ്ട്. അങ്ങനെ രണ്ടുപേരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സീൻ ഏതാണ്? ശ്രീനേട്ടൻ്റെ ഒരു മൂവി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു മൂവി ഉണ്ട്. പണ്ടത്തെ വടക്കു നോക്കിയന്ത്രം. അത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മൂവിയാണ്. പിന്നെ അതിൽ അദ്ദേഹം ഈ കോമഡി പറയാൻ വേണ്ടി വൈഫിന്റെ അടുത്ത് കോമഡി അതൊക്കെ നന്നായിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞു അതോ ഇവിടെ ഒന്ന് അഭിനയിച്ച് കാണിക്കണം. ഞാൻ കാണാൻ ആഗ്രഹമുള്ളതുകൊണ്ട്. അല്ല, ആ സീനെ ഒന്ന് അഭിനയിച്ച് കാണിച്ചു. ലോൺ വേണോ? അപ്പൊ ഇത് ചെയ്താൽ ലോൺ തരും. ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷാപ്പിൽ കയറിയ വൃദ്ധൻ എന്തുണ്ട്? കട്ടിങ്ങും ഷേവിങ്ങും രണ്ടും ഓരോ പ്ലേറ്റ് പോരട്ടെ. ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷാപ്പിൽ കയറിയ വൃദ്ധൻ എന്തുണ്ട്? കുടിക്കാൻ വല്ലതും വേണോ? നീങ്ങു വാ. ഇതെന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? വല്ല രഹസ്യമുണ്ടോ? ഭാര്യയും ഭർത്താവും ഒക്കെ ആവുമ്പോ അവർക്ക് അവരുടേതായ ചില തമാശകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. എനിക്കാണെങ്കിൽ ഒരുപാട് തമാശകൾ പറയാൻ അറിയാം. പക്ഷെ അമ്മയുടെ തങ്കമണിയുടെ മുമ്പിൽ വെച്ച് നമ്മള് എന്നെ എന്തിനാ ഇപ്പൊ വിളിച്ചത്? ഞാൻ തുണി കഴുകാണ്. അത് നമുക്ക് പിന്നെ കഴുകാലോ. അതിന് മാത്രമുള്ള പ്രശ്നം എന്താ? പ്രശ്നമല്ല, ചില
നർമ്മ സംഭാഷണങ്ങൾ, ചില തമാശകൾ. ഞാനിപ്പോ പ്രസ്സിൽ വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ചില തമാശകൾ തോന്നി. അതോടനെ ശോഭയോട് വന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതിയാണ്. എന്ത് തമാശ? തമാശ എന്ന് വെച്ചാൽ ഒരു വൃദ്ധനെ പറ്റിയാ. ഏത് വൃദ്ധൻ? ഒരു വൃദ്ധൻ. ഈ വൃദ്ധൻ ഹോട്ടലാണെന്ന് കരുതി ഒരു ബാർബർ ഷാപ്പിൽ കയറി. അപ്പോൾ വൃദ്ധൻ ബാർബറോട് എന്തുണ്ട്? അപ്പോൾ ബാർബർ കട്ടിങ്ങും ഷേവിങ്ങും. അപ്പോൾ വൃദ്ധൻ രണ്ടും ഓരോ പ്ലേറ്റ് പോരട്ടെ. ഇതെനിക്കിപ്പോ പ്രസ്സിൽ വെച്ച് തോന്നിയതാണ്. ദിനേശ് ചേട്ടൻ എന്ത് പറ്റി? ശോഭയ്ക്ക് തമാശ ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല അല്ലേ? എന്നാ പിന്നെ വേറൊരു തമാശ പറയാം. ഇതെന്തായാലും ശോഭയ്ക്ക് ചിരി വരും. ഭയങ്കര തമാശ. എനിക്ക് തുണി കഴുകണം, അമ്മയ്ക്ക് ദേഷ്യം വരും. എന്ന് വെച്ചാൽ എങ്ങനെയാ? ഇതും കൂടി കേട്ടിട്ട് പോയാൽ മതി. ഇതും എനിക്കിപ്പോ പ്രസ്സിൽ വെച്ച് തോന്നിയ വേറൊരു തമാശയാണ്. പെണ്ണ് കാണാൻ വന്ന പയ്യന്റെ അച്ഛനോട് പെണ്ണിന്റെ അച്ഛൻ ടിഫിൻ കഴിച്ചു കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാമെന്നാണല്ലോ പറഞ്ഞിരുന്നത്. എന്നിട്ട് എന്താണ് പറയാത്തത്? അപ്പോൾ പയ്യന്റെ അച്ഛൻ ബജ്ജിയിൽ ഉപ്പ് പോരാ. എന്ത് ശബ്ദമെന്നറിയോ? ദിനേശ് ചേട്ടൻ കാലത്ത് പോയത് മുതൽ പാട്ട് തന്നെയായിരുന്നു ഇവിടെ. നമ്മൾ പറയില്ലേ ഗാനഗന്ധർവൻ, അനുഗ്രഹീനമായ ശബ്ദം എന്നൊക്കെ. അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ അതൊന്നും അവന്റെ മാത്രം കഴിവൊന്നുമല്ല. അതൊക്കെ പരമ്പരാഗതമായിട്ടുള്ളതാണ്. എന്റെ അച്ഛൻ പാടുമായിരുന്നു, ഞാൻ പാടും, കുറച്ചൊക്കെ അവനും പാടും. ദിനേശ് ചേട്ടൻ ബാത്റൂമിൽ പോലും പാടുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ. നീ കേൾക്കാത്ത എന്റെ കുറ്റാണോ? ചുമ്മാ പുളു അടിക്കല്ലേ. മനസ്സു നിറഞ്ഞ നൊമ്പരമേ വിങ്ങിപ്പൊട്ടി കരയരുതേ. കറുത്ത പെണ്ണേ കരിങ്കുഴലി നിനക്കൊരുത്തൻ കിഴക്കുതിച്ചു. കറുത്ത പെണ്ണേ കരിങ്കുഴലി. നീ ആരാടാ? യേശുദാസോ? ആരാടാ നിന്റെ കരിങ്കുഴലി? ഓടാ എന്റെ മുമ്പെന്ന് കേറി പോടാ അലവലാതി. രണ്ടുപേരും നന്നായിട്ട് അഭിനയിച്ചു. അതിൽ ഉപരി രമ്യ ആദ്യം പേടിയായിരുന്നു എങ്ങനെയാവുക. പക്ഷെ വളരെ രസമായിട്ട് കാര്യം. എന്തോ അലക്കൊക്കെ കഴിഞ്ഞിട്ട്, തുണി അലക്ക് കഴിഞ്ഞിട്ട് വന്നിട്ട് കയ്യൊക്കെ ഉടഞ്ഞ് തന്നെ പണി. അല്ല ഞാൻ തുണിയല്ല. അപ്പൊ നമ്മളെ സേമിച്ചാണ്. അത് കുറച്ച് ഇരുന്നോട്ടെ. എനിക്ക് എങ്ങനെയെങ്കിലും വീടിന്റെ കാര്യം ഒന്ന് ശരിയാക്കിട്ടേ മനസ്സോട് വല്ലാണ്ട് ഇഷ്ടപ്പെട്ട വീട്. അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അല്ല നിങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ, സിനിമയിലൊന്നും അഭിനയിക്കാൻ ആരും വിളിച്ചില്ലേ? ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുകയാണ്. ആരും സിനിമയിലൊന്നും കളിയാക്കാണോ? ഞാൻ കളിയാക്കാൻ നിങ്ങളൊരു പുച്ഛച്ചിരി ഇരിക്കുക. ഞാൻ ചോദിക്കുന്ന സിനിമയിൽ അഭിനയിക്കാൻ ആരും വിളിച്ചവരാരെന്ന് രംഗത്തില്ല. എന്താണ് അങ്ങനെ കളിയാക്കുന്നത്? ഒരു ഭാര്യ അങ്ങനെ കളിയാക്കുന്നത്? നന്നായിട്ട് അത്യാവശ്യം നല്ല അഭിനയിക്കും. കാര്യം കാണാനായിട്ട് ഇപ്പൊ വീട്ടിലൊക്കെ എന്തെങ്കിലും കാര്യം കാണണമെങ്കിൽ നന്നായിട്ട് അഭിനയിക്കും. പെട്ടെന്ന് കണ്ണൊക്കെ കാര്യം കാണാൻ വേണ്ടി പെട്ടെന്ന് കണ്ണൊക്കെ ഭയങ്കര ഇമോഷണലാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വരും. നമ്മള് ഓ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിച്ചു. ഞങ്ങൾക്കറിയാം. അല്ല ഞാനത് ചോദിക്കാൻ കാരണമല്ല, ഞാൻ അഭിനയം പഠിച്ചത് കളമശ്ശേരി കല്യാണയോഗം. ഹരിഹരൻ പിള്ള ഹാപ്പിയാണ്. ഈ സിനിമകളൊക്കെ ഞാനൊരു 10-30 തവണ ഇരുന്ന് കണ്ടിട്ടുണ്ടാവും. അത് കണ്ടിട്ടാണ് ഞാൻ കുറച്ചൊക്കെ അഭിനയിക്കാൻ പഠിച്ചു. ഇതൊക്കെ സ്വന്തം ഭർത്താവിന്റെ പടങ്ങളാണ്. നിങ്ങക്ക് മിമിക്രി ഒക്കെ ഇഷ്ടമാണോ? പിന്നെ അത്യാവശ്യം ശരിക്കല്ലോ. നമ്മുടെ ഇവിടെ ഒരു പഴയ കുതിരോട്ട പപ്പു ചേട്ടന്റെ ശബ്ദം, കുതിരോട്ട പപ്പുമായിട്ട് തന്നെ ജീവിക്കുന്ന ഒരാളുണ്ട്. പപ്പു ഇതാണ് കക്ഷി. ഏത് ഡയലോഗാണ് പപ്പു ചേട്ടൻ? ഏത് ഡയലോഗ് വേണം? പപ്പു ചേട്ടന് ഒരു പടത്തിൽ അവാർഡ് കിട്ടിയായിരുന്നല്ലോ. നാഷണൽ അവാർഡ്? നാഷണൽ അവാർഡ്. പിന്നെ ഓസ്കർ അവാർഡ്? പപ്പുവിന് ഓസ്കർ. PWD അവാർഡ് ഒന്നും കിട്ടിയില്ലേ? മറ്റേ നമ്മുടെ വെള്ളാനികളുടെ നാട്. അതില് മറ്റേ താമരശ്ശേരി ചുരം. അത് കേൾക്കാൻ തൊപ്പി ദിവസം ഒന്നും വിചാരിക്കരുത്. ഇത് ചെറുത് 4 മീറ്റർ നീളം, 10 മീറ്റർ വീതി. ഇമാതിരി ഒരു സാധനന് മുമ്പ് നമ്മൾ PWD കൂടി ഓട്ട് കൊണ്ടുവരുന്നില്ലേ? അത് നിങ്ങളറിയില്ല താമരശ്ശേരി ചുരം? നമ്മൾ താമരശ്ശേരി ചുരന്ന് അതിങ്ങനെ ഇറങ്ങി വരികയാണ്. 9ാമത്തെ വാൾവിൻ്റെ അവിടുന്ന് നമ്മൾ എഞ്ചിൻ്റെ ബ്രേക്ക് അങ്ങോട്ട് പോകും. ഇറക്കല്ലേ പണ്ടോറങ്ങ് ഇതുണ്ടോ ചവിട്ടിയാലും പിടിച്ചാലും നിൽക്കണം. എഞ്ചിനിങ്ങനെ പറക്കുക. ഏത് നമ്മൾ എയറോപ്ലെയിൻ വിട്ടലേക്ക് വിട്ടില്ല.
ഇൻഷല്ല പഠിച്ചോളി നിങ്ങള് കാത്തോളിന്ന് പറഞ്ഞിട്ട് ഒറ്റ വീടല്ല. താമരശ്ശേരി ടു കോഴിക്കോട് 50 കിലോമീറ്ററാ. നമ്മളത് 5 മിനിറ്റോടെത്തി. നേരെ ചെന്നിട്ട് ആൽമരത്തിന് ഒറ്റ ഇടിയാ. ആൽമരം അപ്പം തന്നെ പൊരിഞ്ഞു വീണു. പിന്നെന്താ എഞ്ചിൻ അവിടെ നിന്ന്. അപ്പം തന്നെ PWD നമ്മളെ വിളിച്ചിട്ട് ഒരു അവാർഡ് തന്നു. എന്നിട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിന്റെ തോളിൽ തട്ടിട്ട് പറയാണ്, പായ വല്ലാത്ത ധൈര്യം തന്നെയാണ് അനക്ക്. നീ സുലൈമാനല്ല ഹനുമാനാണ്. നമസ്കാരം. സാർ പൈസ സാറേ നിഖിൽ ഈ പേര് ചോദിച്ചില്ല, അത് തന്നെ വലിയ ഭാഗ്യം. പരിപാടി കണ്ടിട്ടുണ്ട്. അയ്യോ അത് കല്യാണം ഇന്നലെ കഴിഞ്ഞല്ലേ, അല്ലെങ്കിൽ വിളിക്കായിരുന്നു. പരിപാടിക്ക് വിളിക്കുന്ന പോലെയാണല്ലോ. അല്ല കനവുള്ളൊരു പൊതി കിട്ടിയല്ലേ. അത് ശരി. മറ്റേ കല്യാണത്തിന് ഗിഫ്റ്റ് എന്തോട് വന്ന കാര്യം പറയാം. പൈസ എടുക്കണം. പൈസ എടുക്കണം. അതിനവിടെ ചെന്ന് വൗച്ചർ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. വിഡ്രോളിന്റെ ഫോം കിട്ടും. അതല്ല സാറേ ഈ ATM പൈസ. ATM അത് ഞാൻ പറഞ്ഞത്. ഇപ്പൊ താൻ അവിടെ ചെന്നിട്ട് ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ ഒരു ATM ഇത് കണ്ടല്ലോ, ആ കൗണ്ടറിനകത്തോട്ട് ഇതൊന്ന് ഇട്ടാൽ മതി. അല്ല ഇട്ടാ അതങ്ങ് പോവില്ലേ? അത് പൈസ വരും. ഇത് കഴിഞ്ഞിട്ട് തിരിച്ചെടുത്താൽ മതി. അല്ല ഇറങ്ങിയെടുക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. കിണറുമല്ലോ ഇറക്കിയെടുക്കാൻ. കൈ നിന്നിടണ്ട. നമ്മളെ കാർഡ് കൊണ്ട് ഇടുക. കാർഡ് കൊണ്ട് നമ്മൾ ആദ്യം ഇട്ട് കഴിയുമ്പോൾ അതിനകത്ത് നമ്മൾ മലയാളം വേണോ ഇംഗ്ലീഷ് വേണോ എന്ന് ചോദിക്കും. അല്ല എനിക്ക് ഇംഗ്ലീഷ് സാറിന് പക്ഷേ ആവശ്യം. അല്ല എനിക്കില്ല, തനിക്കല്ല പൈസ വേണ്ടത്. അതെ എനിക്കല്ലേ. അപ്പൊ ഇംഗ്ലീഷ് ആയിക്കോട്ടെ. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ സ്ഥലത്ത് വരുമ്പോൾ അതിൽ പ്രസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് ഒരു ഇത് വരും, അതായത് കോഡ്. പിന്നെ 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 വേണം. അയ്യോ പറഞ്ഞിരുന്ന എനിക്ക് പെണ്ണും പിള്ളേരെ നേരത്തോണ്ട് വരായിരുന്നു. പിന്നെ സാരമില്ല, ഒരു പിൻ. ആ പിന്നല്ല, പിന്നെ പിൻകോഡ് എന്ന് പറഞ്ഞൊരു സാധനം വരും. അത് ശരി. അപ്പൊ നമ്പർ അറിയില്ലല്ലോ. നമ്പർ താൻ പറഞ്ഞാൽ ഞാൻ വേണമെന്ന് എഴുതിയിട്ടേക്കാൻ വേണമെങ്കിൽ. നമ്പർ എത്രയാണ്? അമ്മാവന്റെ കയ്യിലാണ് നമ്പർ. മനസ്സിലായില്ലേ, ഇതുപോലുള്ള ആൾക്കാരോടെ കയറി വരുന്നുണ്ട്. ഇത് ഞാൻ ബാങ്കിൽ വന്നപ്പോൾ ഇവിടെ എന്താ വേണമെന്ന് ചോദിക്കുന്നു പൈസ എടുക്കാനേ. ഒറ്റമൂലം ആൾക്കാർ വരുന്നു. നമ്മൾ അതൊന്ന് പറയാമോ? അല്ല അതെ അച്ഛൻ്റെ കൊടുക്കാം. അച്ഛൻ ഭാര്യയുടെ അച്ഛൻ. സ്വന്തം അച്ഛനെ പോലെ ദൈവം, കാണപ്പെട്ട ദൈവം. അച്ഛാ അച്ഛാ ആ നമ്പർ. അല്ല അച്ഛാ നമ്പരേ ഓടാ. അച്ഛാ പിൻ നമ്പർ എന്ന് പറ. പിൻ നമ്പർ അച്ഛാ പിൻ നമ്പരേ. എടാ അച്ഛാ ആ പിന്നെ മറ്റേ പിൻകോഡ്. എടാ പിൻ നമ്പർ പിന്നെ അച്ഛനെ അതെ 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 അതൊന്ന് പറ. ഞാൻ വരട്ടെ. പറ. താഴോട്ട് താഴെ ശശിയുടെ വീട്ടിലോട്ട് ഇറങ്ങി പോണു. താഴെ 4 അവിടെ കിടന്ന് തൂങ്ങാതെ 4 6 എടാ നിന്നെ 3 അങ്ങനെ പറയല്ലേ, പ്രായമായ ആൾക്കാരല്ല. അവനെ ഞാൻ വീട്ടിൽ ചെല്ലട്ടെ. അതെ ഓക്കെ. ശരി ശരി. മാച്ചണ്ട് കൊടുക്കാം. അവന് ഞാൻ വാക്കിയിടല്ല, തേങ്ങ മാച്ചണ്ട് കൊടുക്കാം. എന്നിട്ട് ബുദ്ധിമുട്ടിച്ചിട്ട് അത് കേക്കത്തില്ലേ? അച്ഛൻ കേക്കത്തില്ലേ ഇപ്പൊ പറഞ്ഞത്? തല്ലി കൊല്ലണോ അവനെയൊക്കെ? അപ്പോഴേ ഇത് എവിടെ കൊണ്ടുവരണം പൈസ? അവിടെ കൊണ്ട് ഈ പിൻകോഡ് അടിച്ചു കൊടുത്താൽ മതി. അത് ഓക്കെ. അയ്യോ അത് ഞാൻ എഴുതാനും വിട്ടുപോയില്ലേ. എഴുതിയില്ലേ? ചേട്ടൻ വിളിച്ചിട്ട് എത്ര രൂപ എടുക്കണം? കൊറേ രൂപ എടുക്കാനുണ്ടോ? എനിക്ക് മീനിന് 50, മുളകിന് 55 രൂപ 40 പൈസ എടുക്കണം. 55 രൂപ ATM എന്നല്ലേ? അതെ. ATM ഒന്നും അങ്ങനെ കിട്ടത്തില്ല. അത് 1 500, 1000 അങ്ങനെയുള്ള പൈസ കിട്ടുള്ളൂ. എന്നാ വിചാരിച്ചേ 156 രൂപ. 56 രൂപ. ഇവിടെ താൻ അവിടെ ചെന്ന് 200 രൂപ 300 രൂപ എടുക്കാനേ പറ്റുള്ളൂ. ആ നമ്പർ ഒന്ന് വിളിച്ച് ക്ലിയർ ചെയ്ത് കേട്ടോ. 200 കാണുമോ നോക്കട്ടെ ആദ്യം. ഹലോ നിങ്ങൾ ഇവിടെ ലോൺ കൊടുക്കുന്ന പൈസ റിസർവ് ബാങ്ക് അടിക്കുന്നതല്ലേ? അടിച്ചു കൊടുക്കുന്നതാണോ? താൻ പിന്നെ വന്നോ? ഞാൻ പറഞ്ഞ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത്? ഇവിടെ ലോണിന് ഇത് കൊണ്ടുവരാന്ന് പറഞ്ഞല്ലോ. അതെ അതെ അതെ, അത് കൊണ്ടുവന്നുണ്ട്. സെക്യൂരിറ്റി. അത് ശരി, അത് കൊള്ളാലോ. തന്നേരെ ലോണ് തരി. തന്നേരെ സെക്യൂരിറ്റി തന്നേരെ. ഏത്
പൊന്നോ, ഈ സെക്യൂരിറ്റി അല്ല. ഈ സെക്യൂരിറ്റി അല്ലേ? അല്ലല്ല. എന്നാ ജ്വല്ലറിന് മുന്നിൽ സെക്യൂരിറ്റി ഉണ്ട്, അയാളെ വിളിച്ചോളൂ. അതല്ല പറഞ്ഞേ, സെക്യൂരിറ്റി ഒന്നും ശരിയാവില്ല. ഏത് സെക്യൂരിറ്റിയാ വേണ്ടേ? സെക്യൂരിറ്റി ഞാൻ പറഞ്ഞില്ല, അപ്പോഴേ പറഞ്ഞില്ല, എന്റെ മോൻ കണ്ട അയാൾക്ക് ഇഷ്ടപ്പെടില്ല. എടോ, ഈ സെക്യൂരിറ്റി അല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞ നമുക്ക് എന്തെങ്കിലും ലോൺ കിട്ടണമെങ്കിൽ അതിന് നമുക്ക് ഈട് വേണം. അതായത് വീട് വെക്കാനാണല്ലോ അത് ചോദിക്കുന്നേ. വീട് വെക്കാനല്ല, ഈടെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് നമ്മൾ ഇന്ന സാധനം ഈടായിട്ട് ബാങ്കിൽ കൊടുത്തിട്ടാണ് ബാങ്കുകാർ അവിടുന്ന് പൈസ തരുന്നത്. അതിപ്പോൾ ചിലപ്പോൾ വീടാകാം, അത് ചിലപ്പോൾ വണ്ടിയുടെ പേപ്പർ അല്ലേ, തിരിച്ചടയ്ക്കാനുള്ള നിങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി കാണിക്കുന്ന ഒരു തെളിവ് വേണം. അത്രേ ഉള്ളൂ. ഇവനൊക്കെ ഇവര് അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരല്ലേ? ഇവർ അത്യാവശ്യം നല്ല പൈസ ഒക്കെ ഉള്ളവരാ. അതെ അതെ. എന്നാ വേറെ ഈടായിട്ട് വെച്ചിട്ട് എനിക്ക് ലേശം ലോൺ പോയി പോ. രാവിലെ ഓരോ തരൂല. ഇല്ല, ലോൺ തരത്തില്ല. രാവിലെ ഓരോ സെക്യൂരിറ്റി എന്നൊക്കെ നീ പോയി. അല്ല, നിന്റെ ജോലി കിടക്കുന്നു. പൊക്കോ. എന്റെ പൈൻ്റെ പൈസ പുറത്തു നിർത്തി രാവിലെ ഓരോന്ന് ചെയ്യും, കൂടെയും വെച്ചൊക്കെ ഇറങ്ങിക്കോളൂ. നിങ്ങളുടെ കല്യാണം എന്ന് പറയുന്നത് എങ്ങനെയുള്ള ഒരു സംഭവമായിരുന്നു? രണ്ടുപേരും പ്രേമമായിരുന്നു എനിക്കറിയാം. അതായത് രമ്യ ചിരിച്ച് മയക്കിയതാണോ അതോ നിഖിൽ പാട്ടുപാടി മയക്കിയതാണോ? അവള് കരഞ്ഞതാ. അത് ഞാൻ ഒരു ദിവസം സ്ക്രീനിൽ കണ്ടപ്പോൾ അങ്ങനെ ചിരിയാന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. കരച്ചില്ലായിരുന്നു? കരച്ചിലായിരുന്നു. അത് ശരി. ചുമ്മാ. എന്തായാലും നമ്മൾ ഇതുവരെ പാടാത്ത ഏറ്റവും പുതിയ പാട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു രണ്ടുപേരും എനിക്ക് വേണ്ടി. ഞാൻ ലോൺ തരൂ. എന്തെങ്കിലും പാട്ട് പാടുകയാണെങ്കിൽ ഞാൻ ലോൺ തരും. അങ്ങനെ ഞാനൊരു ആരും കേൾക്കാത്തൊരു പാട്ടിന് അതെന്നെ കളിപ്പിക്കാനല്ലേ, ഇങ്ങനെ കാണിക്കാനല്ലേ, ആരും കേൾക്കാത്ത. അല്ല, സാറിന് പ്രത്യേകം അത് കേൾക്കാൻ ഇമ്പം തോന്നുന്ന ഒരു പാട്ടായിരിക്കും. കാവിൽ വാഴുമൊരു കന്നി പൊൻകളരി വാതിലിലെ ദേവി ചിലു ചിലെ ചിലമ്പും ചിലമ്പൊലിയോടെ ചിതറി വരുന്നോളെ തെന്നൽ തോൽക്കും തളിരാളെ പൊളിമിന്നൽ പോലെ അഴകോളെ കറുകരെ കറുത്തൊരു കരിമുകിൽ പോലെ മുടിയുലയുന്നോളെ മധുകരമൊഴി മദകരമിഴി മണിയേറി വന്ന പനിമതിയേ. അല്ല, ഈ പാട്ടിനെ കുറിച്ച് ചോദിച്ചത് ഇത് ഉറുമിയിലെ നമ്മുടെ ദാസേട്ടൻ പാടിയൊരു പാട്ടല്ലേ? ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാസേട്ടന് വേണ്ടി ആദ്യമായിട്ട് ട്രാക്ക് പാടുന്ന പാട്ട്. അപ്പം എങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം റെഡിയാവും. അപ്പോൾ എന്തായാലും വന്നതിൽ വളരെ സന്തോഷം, വളരെ താങ്ക് യു ഉണ്ട്. പിന്നെ എനിക്ക് ഒരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്. നിങ്ങൾ പാടിയ പാട്ടുണ്ടല്ലോ മിഴികളിൽ നാണം, ആ പാട്ടൊന്ന് ഒന്ന് ലൈവായിട്ട് കേൾക്കണം പ്ലീസ്. പിൻകോഡ് അങ്ങോട്ട് പോയി അവിടെ വിളിച്ചിട്ടോ. ഓ പിൻകോഡ് വണ്ടിയൊക്കെ പോണണ്ട്, ആ കോഡൊക്കെ നോക്കിയിട്ട് പതുക്കെ ഇറങ്ങി പോകും. പിന്നെ അപ്പം എന്തായാലും ഈ ഒരു പാട്ട് ജസ്റ്റ് ഒന്ന് മിഴികളിൽ നാണം മൊഴികളിൽ നാണം ഇതാകവേ നാണം അനനടയിലും നാണം നിലയിലും നാണം ഇതടിമൊഴിയൊരു നാണം പനി നീർ നീലാവിൻ പൂമഴ അനുരാഗലോലയാമിനി ഇതു ഹൃദയം നിറയും നിമിഷം. മിഴികളിൽ നാണം മൊഴികളിൽ നാണം ഇതാകവേ നാണം അനനടയിലും നാണം നിലയിലും നാണം ഇതടിമുടിയൊരു നാണം. മിഴികളിൽ നാണം മൊഴികളിൽ നാണം. ഇനി പറഞ്ഞേ ദൈവമേ. നമ്പർ കിട്ടി. ഓ താനായിരുന്നോ? ഓ, ഓ എന്റെ പൊന്നു. 4 4 6 പറ 6 പറ. പിന്നെ മറന്നുപോയി. നിന്ന ഇന്ന് ഞാൻ പിന്നെ ഞാൻ തന്റെ എലിജിബിലിറ്റി നോക്കും. ആരെ? ഞാൻ ആരെ? തന്റെ അയ്യേ, ഞാൻ സമ്മതിക്കൂല. എന്ത്
ഇവിടെ എലിജിബിലിറ്റി നോക്കണം തന്നെ. അത് കണ്ടാലേ അറിയുള്ളൂ. അതെ, നിങ്ങളൊന്നുമില്ല ഒരു ബാങ്ക് മാനേജർ. സോറി, ഒരു മിനിറ്റ്. അത് പറയല്ലേ, അത് പറയാൻ ഞാൻ അറിയാൻ ചിരിച്ചു. അത് രജിസ്റ്റർ ചെയ്തപ്പോഴേ കണ്ടാലേ അത് പറയാം. സോറി അതൊന്നും പറയാം. അറിയാൻ ചിരിച്ചു ആ വിറ്റ്.